ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാബും ഫിൽ ഇഖ്റാരി. അംഗീകാരം പറയണ ബാബ്. അംഗീകാരം ഓർക്ക് അംഗീകരിച്ചില്ലല്ലോ. അങ്ങനെ കോടതിയുമായി ബന്ധപ്പെട്ട വിഷയം കേട്ടോ, കുറച്ച് പ്രയാസം ഉണ്ടാവും. ഹുവ ലുഗത്തൻ അൽ ഇസ്ബാത്തു, ഉറപ്പിക്കൽ എന്നാണ് ഭാഷാർത്ഥം. എന്നാൽ ഷർഅൻ മതപരമായി നോക്കുമ്പോൾ ഇഖ്റാറു ഷഖ്സി ബി ഹഖിൻ അലൈഹി, തൻ്റെ മേലുള്ള ബാധ്യതയെ, മേലുള്ള വ്യത്യാസമുണ്ട്, മേലുള്ള കിട്ടാനുള്ള രണ്ടിനും ലഹു അലൈഹി വ്യത്യാസമുണ്ട്. തൻ്റെ മേൽ ഉള്ള ബാധ്യത, അഥവാ ഞാൻ ഒരാൾക്ക് അങ്ങോട്ട് വല്ലതും കൊടുക്കാണ്ട് എങ്കിൽ എൻ്റെ മേലുള്ള ബാധ്യതയാണിത്. അതൊരു വ്യക്തി കൊണ്ട് വർത്താനം പറയലാണ് ഞാൻ ഉസമ്മ എത്തിറാഫൻ. ഈ ഇഖ്റാന്ന് വേറൊരു വാക്കുണ്ട്, എന്താണ് എത്തിറാഫ്. ഇതിന് ഞാൻ 10,000 കൊടുക്കാണ്ട് ഞാൻ നാവുകൊണ്ട് ഉച്ചരിച്ച് കഴിഞ്ഞാൽ രണ്ട് സാക്ഷികളുണ്ടായ സംഗതി കോടതിയിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ അതിന് കൊടുക്കേണ്ടി വരും, ആ സംഖ്യ അത് കൊടുക്കേണ്ടി വരും. കാരണം എൻ്റെ നാവ് ഇഖ്റാറ് കേട്ടോലുണ്ട്. യുവാഖദു ബി ഇഖ്റാരി മുകല്ലഫിൻ മുഖ്താരിൻ, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ബുദ്ധിയും പ്രായപൂർത്തിയുള്ള ഒരാളുടെ ഇഖ്റാറുണ്ടല്ലോ, അതുകൊണ്ട് പിടിച്ച് ശിക്ഷിക്കപ്പെടുമെന്ന്. പിടിച്ച് കൊടുത്തന്നാ ഓനോട് കൊടുപ്പിച്ചു. ഇയാളാ 5,000 കൊടുക്കാണ്ട് കാരണം കൊടുക്കുക 5,000. ഫലാ യുവാഖദു ബി ഇഖ്റാരി സ്വബിയിൻ, കുട്ടി ഇഖ്റാർ ചെയ്തതിന് മേലെ എന്ത് ചെയ്യൂല, കുട്ടിനെ നമ്മളെന്ത് ചെയ്യൂല, പിടിച്ചുകാണ്ട് 5,000 കൊടുപ്പിച്ചൂല. അതുപോലെ തന്നെ മജ്നൂനും ഭ്രാന്തനും. മുക്രഹിം ബി ഗൈരി ഹക്കിൻ, അവകാശമില്ലാതെ നിർബന്ധിക്കപ്പെട്ടവനും. പിടിച്ച് ഇപ്പോൾ അംഗീകരിക്കട, അല്ലെങ്കിൽ ഇപ്പം എന്നെ അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ അംഗീകരിച്ചു, ഞാൻ മോഷ്ടിച്ചിക്കണ്. കള്ളന്മാരങ്ങനെയാണല്ലോ, കള്ളനെ പിടിച്ച് നല്ലോണം ശരിയാക്കും. അപ്പോൾ ഓൻ പറയും ഞാൻ എടുത്തിന് എന്നൊരു അന്തിക്ക് ഞാൻ പരി കാര്യം എങ്ങനെയാടാ കയറി, ഞാൻ ഓടെടുത്ത് ഇറങ്ങിക്കാണ്ട് എത്ര ആൾക്കാർ കിട്ടിയോ ചോദിച്ചു. 10 പാവം കിട്ടിയിരിക്കണ് കാരണം എന്തേടാ കാട്ടി ചോദിച്ചു. ഞാൻ ഇന്നലെ ജ്വല്ലറി കൊണ്ടുപോയി കൊടുത്തിക്കണ്. മനസ്സിലായില്ലേ? ഈ ഇഖ്റാഹാണ് ചെയ്തിട്ട് പറയിപ്പിച്ചാണ്, പിടിച്ച് അങ്ങോട്ട് പറയിപ്പിച്ചു. അപ്പാട് പറഞ്ഞു അടിയന് കിട്ടുമ്പോഴേ പറഞ്ഞെന്താക്കി കൂട്ടൂല, ഇഖ്റാറാക്കി കൂട്ടൂല. പിന്നെ എന്തിനു മേൽ ഇഖ്റാ ചെയ്തു? ഇഖ്റാറിന് മേൽ എങ്ങനെ ഒരുപാൻ അടിക്കപ്പെടൽ കൊണ്ട്, ഇഖ്റാർ അംഗീകരിക്കാൻ വേണ്ടിങ്ങാണ്ട് അടിക്കപ്പെടൽ കൊണ്ട്. അമ്മാമുക്രഹും അല സിദ്ഖി, സിദ്ഖിൻ്റെ മേൽ ഇഖ്റാ ചെയ്യപ്പെട്ടവൻ. കാഫി ഖദിയ്യത്തിൻ, ഒരു കാര്യത്തെ സത്യം പറയാൻ വേണ്ടി അടിക്കപ്പെട്ടവൻ. ഉത്തുഹിമ ഫീ, ആ കാര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനത്തെ കാര്യത്തിൽ സത്യം പറയാൻ വേണ്ടി അടിക്കും. സത്യം പറഞ്ഞടാറിന് അടി. അങ്ങനെയാണെങ്കിൽ വസിഹു ഹാലല്ല റബിയ വാദഹൂ, അടിൻ്റെ സന്ദർഭത്തിലും ശേഷമുള്ളതും ഇഖ്റാറാക്കി സഹിയാകും. അലാ ഇഷ്കാലിൻ കവിയും ഫീഹി, അതിൽ ശക്തമായ ഇഷ്കാലിനോട് കൂടെ തന്നെ. സത്യം പറഞ്ഞടാന്ന് അടി കിട്ടുമ്പം ചിലപ്പം അടിയന് കിട്ടുമ്പം കതിവും പലയപ്പം പറയും. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ അതാണ്. സിയമ വിശിഷ്യ ഇൻ അലിമ, ഇവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അന്നഹും ലാ യർഫഊനൽ അർബ, ഇവരടി നിർത്തൂല ഇല്ലാ ബി അഖദ്തു, ഞാൻ എടുത്തിനെന്ന് പറഞ്ഞെങ്കിലല്ല അത് അടി നിർത്തൂല എന്ന് തോന്നുമ്പോൾ പ്രത്യേകിച്ചും. അപ്പോൾ നുണ പറയും. മസലൻ വലവിദ്ദ സിബൻ, ഒരാൾ ഞാൻ കുട്ടിയാണെന്ന് വാദിച്ചാൽ ഈ എടുത്തീനോ ചോദിച്ചാൽ ഞാൻ 50,000 എടുത്തുകണ് കാരണം പിറ്റേന്ന് പറഞ്ഞുകാണ്ട് 50,000 ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കുട്ടിയാണ്, കുട്ടികൾ പറഞ്ഞ് അംഗീകരിച്ചൂരാ. എന്നാൽ എങ്ങനത്തെ കുട്ടിവാദമാണ്? അംകന സാധ്യത ഉണ്ട്. ഔ നഹ്വ ജുനൂനിൻ, ഭ്രാന്ത് പോലത്തേന് വാദിച്ചാൽ എങ്ങനത്തെ ആയിരിക്കുന്ന ജുനൂനാണ്. ഉഹിദ, അതറിയപ്പെട്ടിരിക്കുന്നു. ഔ ഇക്റാഹൻ, അല്ലെങ്കിൽ എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ അംഗീകരിച്ചാണ് എന്ന് വാദിച്ചാൽ. ഇപ്പോൾ സമ്മാമാറത്വൻ, ഏസിലാണ് ലക്ഷണങ്ങൾ കാണാനുണ്ട്. ക്യാബിസിൻ, ഓൻ എല്ലാവരും കൂടി പിടിച്ച് കെട്ടും പോലെ ആൾക്കാരോനെ എന്ത് ചെയ്തിന്, കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ടീനി. അത് കണ്ടോലുണ്ട്. കേട്ടോ വാദിക്കണം എന്താണ്, എന്നെ നിർബന്ധിച്ച് പറയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കാരണം തെളിവുണ്ട്. കാരണം എന്താ, അവൻ കയ്യും കാലും പിടിച്ച് കെട്ടീനി. ഔ തെർസീമിൻ, അല്ലെങ്കിൽ അവനെ അറസ്റ്റ് തടഞ്ഞു വെക്കും പോലെ. എങ്ങനെ? പിന്നെ ഒരാളെ കയ്യിലേ ഇതുകൊണ്ട് പിടിച്ച കിട്ടുക പറഞ്ഞാൽ ഒരാളെ പിടിച്ചക്കാൻ ഏൽപ്പിച്ചു. അങ്ങനെ കാട്ടും പോലെ. സബത്തത്ത് ബിബയ്യിനത്തിൻ, ഒരു ബയ്യനത്തോട് സ്ഥിരപ്പെടുകയും ചെയ്തു. ഇക്രാറിൻ മുക്കറി, പിന്നെ ഔ ബി ഇക്രാറിൽ മുക്കറ ലഹു, അല്ലെങ്കിൽ മുക്കറ ലഹുവിൻ്റെ അംഗീകാരം കൊണ്ട്. ആർക്ക് ഗുണമായിട്ടാണ് ഇക്കാറെങ്കിൽ ഓൻ്റെ അംഗീകാരത്താണ് മുക്കറ ലഹു അറിയാം.
പിന്നെ ഔബ് യമീനി മർദൂദ തിന്നൽ മർദൂദായിരിക്കുന്ന യമീന് കൊണ്ട് ഇവരോട് സത്യം അതിനെ സാക്ഷി ഉണ്ടാൻ പറഞ്ഞു ഇല്ല പറഞ്ഞു. മറ്റൊരു സത്യം ചെയ്യാൻ പറഞ്ഞു, ഓ സത്യം ചെയ്യാൻ തയ്യാറായില്ല. മറ്റോട് പറഞ്ഞു ഉണ്ടെങ്കിൽ സത്യം ചെയ്യുകയായിരുന്നു. അതിനാണ് എന്ത് പറയുക മർദൂദ യമീനാറ്. എന്നാ സ്വദ്ദിക്ക ബിയമീനിഹി അവൻ യമീനോടുകൂടെ വാസ്തവമാക്കപ്പെടുന്നതാണ്. മാനന്തൊക്കും ബയ്യനത്തുൻ സാക്ഷി നിൽക്കാത്ത കാലത്തോളം ഹിലാഫിഹി ഇവൻ്റെ വാദത്തിനെതിരായിട്ട് സാക്ഷിക്കാത്ത കാലത്തോളം. അമ്മായിദ സബിയു ബുലൂഗൻ ഒരു കുട്ടി ബുലൂഗനെ വാദിച്ചു ഭീംന ഇന്ദിരസ്കരിക്കൽ കൊണ്ട് ബുലൂഗ എന്ന് പറഞ്ഞു. കുട്ടിക്ക് 15 വയസ്സായി 14 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. കുട്ടി പറയുന്നത് എനിക്ക് ഇന്ദിരസ്കാലം കൊണ്ട് എനിക്ക് പ്രായപൂർത്തി ഉണ്ടായിരുന്നു എന്നാണ് വാദം. ഞാൻ കുട്ടിയാണ് നല്ല വാദിച്ചത് എന്നെ ഞാൻ കുട്ടിയല്ല, ഞാൻ പ്രായപൂർത്തി ആയാൾ എന്നാണ് വാദിക്കണേ. എന്നാലും മുംകിൻ എങ്ങനത്തെ ഇംറ്റാണ് മുംകിനാണെങ്കിൽ എന്താണ് 9 വയസ്സ് കഴിയണം എന്നാണല്ലേ ആണാകുമ്പോൾ. ഇപ്പം കുട്ടിയാകുമ്പോൾ അങ്ങനെ തന്നെ അയാൾ തുടങ്ങി 9 വയസ്സ് കഴിയണ്ടേ. പൈസത്തൊക്കെ ഫീ താരിക്ക വിഷയത്തിലാണ് വാസ്തവമാക്കപ്പെടും. വല ഹല്ലഫ് വരെ സത്യം ജീവിപ്പിക്കപ്പെടുന്നതല്ല. പടച്ചവനാണ് സത്യം ഇതിന് പുറപ്പെട്ടത് കാണത്തിനും ഓരോ മനുഷ്യൻ മാനം കെടുത്തിന്. പിന്നെ ഔ ബിസിന്നിൻ അല്ലെങ്കിൽ വയസ്സുകൊണ്ടാണെങ്കിലോ വയസ്സ് 15 അയക്കണമെന്ന് വാദിക്കണമെന്നെങ്കിൽ കുല്ലിഫി വൈകിനത്തിനലഹിയന് വേല വൈകിനത്തിനോ നിർബന്ധിക്കപ്പെടും. ഓൻ പറഞ്ഞാൽ കയറി ഓൻ എന്നാ പ്രസവിച്ചതെന്ന് ഓനേറെ മറ്റുള്ളവർക്കെല്ലാം അറിയാം. പിന്നെ വൈൻകാന വരീബൻ ലാ യുറഫൂ വൈൻകാന അവനാണെങ്കിലും വരീബൻ എവിടുന്നോ വന്ന ചങ്ങായി ആണെങ്കിലും ശരി ലാ യുറഫൂ ഓൻ അറിയപ്പെടൂല. എന്നാ പ്രസവിച്ചത് എത്ര വയസ്സുണ്ടെന്ന് അറിയപ്പെടാത്ത ഏതൊരു വരീബായ ആളാണ്. അങ്ങനത്തെ ആളാണ് എനിക്ക് വയസ്സായിട്ടെന്ന് വാദിക്കുന്നത് എങ്കിലും ഓനോട് ബയ്യനത്ത് കൊണ്ടുവരാൻ വേണ്ടി പറയും. ബയ്യനത്ത് പറഞ്ഞാൽ റജുലാനി 2 പുരുഷന്മാരായിരിക്കണം. നാമെങ്കിലും ഷഹീദ് അർബാനി സുഖത്തിൻ്റെ വിലാദത്തിഹി യോമകഥ ഇന്നാല ദിവസമാണ് ഇവനെ പ്രസവിച്ചത് എന്നുകൊണ്ട് 4 പെണ്ണുങ്ങൾ സാക്ഷി നിന്നാൽ കുബിലിന ആ പെണ്ണുങ്ങളെ സ്വീകരിക്കപ്പെടും. വയസ്സുബുത്തു ബിഹിന്ന 4 പെണ്ണുങ്ങളെ കൊണ്ട് സ്ഥിരപ്പെടുമ്പോൾ സിന്നു പ്രായം സ്ഥിരപ്പെടും. തബ് അൻ പ്രസവത്തോട് ഇമ്പറ്റിങ് കൊണ്ടുള്ളതായ ആ പെണ്ണുങ്ങളുടെ 4 പെണ്ണുങ്ങൾ സാക്ഷിക്കൽ കൊണ്ട് സ്ഥിരപ്പെടും, പ്രായം സ്ഥിരപ്പെടും. കമ്മക്കാലോ ഷെയ്ഖുന. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശുരിഖ ഫീഹി അൽ ഇഖ്റാരി ഇഖ്റാർ ചേർത്താക്കപ്പെടുന്നതാണ്. ലഫ്ളുൻ യുശ്ഇറു ബിൽതിസാമിൻ ബിഹഖ്ഖിൻ ഒരു ഹക്കിനെ ഏറ്റെടുക്കലിനെ അറിയിക്കുന്ന ലഫ്ള് അത് ചേർത്താണ്. അലയ്യ അല്ലെങ്കിൽ ഇൻദി എന്തുണ്ട് കഥാ ലി സൈദിൻ സൈദിനിക്ക് എൻ്റെ മേലിൽ ഇന്നാലിൻ്റെ ബാധ്യത ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ സൈദിനിക്ക് ഇത്ര ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. വലൗദ ഫീമ അളുന്നു എന്ന് കൂട്ടിയാൽ അല്ലെങ്കിൽ ഔ അഹ്സിബു അല്ലെങ്കിൽ എൻ്റെ വിചാരത്തിൽ എന്നൊക്കെ കൂട്ടിയാൽ ലഗ അപ്പോൾ ഏത് ലഗവാകും? ആ പറഞ്ഞ വാക്ക് അങ്ങനെ പറഞ്ഞു. അലയ്യ കഥാ ലി സൈദിൻ ഫിമാ അളുന്നു പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഞാൻ സെയ്ദിന് എത്ര കൊടുക്കാണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എന്തുണ്ട് ഏറ്റെടുത്ത് വരൂലല്ലോ. പിന്നെ സുമ ഇനിയുണ്ട് ഇൻകാനൽ മുഖറുബിഹി ഈ മുഖറുബിയ സാധനമാണെങ്കിൽ 1000 പോലത്തെ ദിർഹം അതേ മുഖറബിഹി ആണെങ്കിൽ മുഅയ്യനാണെങ്കിൽ ഈ കാണുന്ന ഗ്ലാസ് അല്ലെങ്കിൽ കാണുന്ന വസ്ത്രം ഇങ്ങനെയാണ് എങ്കിൽ അതാ ലി സൈദിനാദത്തോബു എന്നാൽ ഊഹിദ ബിഹി അതുകൊണ്ട് അവനെ പിടിശിക്ഷിക്കപ്പെടുന്നതാണ്. ഇത് സൈദിൻ്റെതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈദിനെ കൊടുപ്പിച്ചു. ഔ ഗൈറഹു അതല്ലെങ്കിൽ മുഅയ്യൻ അല്ലാത്തതാണെങ്കിൽ കലഹു സൗബുൻ ഞാൻ സൈദിനിക്കൊരു സൗബ് കൊടുക്കാണ്ട്, അല്ല ഈ സൗബ് എന്നല്ല പറഞ്ഞു, ഒരു സൗബ് കൊടുക്കാണ്. അങ്ങനെയാണെങ്കിൽ ഔ അൽഫുൻ 1000 ഉണ്ട് അങ്ങനെയാണ് പറഞ്ഞത് എങ്കിൽ ഉഷ്തുരിത്ത ശർത്താക്കോടും മയലുമ്മയിലേക്ക് ചെയ്യുമ്മായെത്തി വരാൻ പോകുന്ന എന്തെങ്കിലും ഒന്ന് കൂട്ടണം. ഇന്ദീന്നോ ഔ അലയ്യാന്നോ എന്തെങ്കിലും ഒന്ന് കൂട്ടണം. പക്ഷേ ഏത് വേണ്ട പിന്നെ ലി സെയ്ദിൻ ആദത്തോബു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഇന്ത്യന്നോ അലയ്യ എന്നുള്ള വിഷയമൊന്നും വരുന്നില്ല. അതേ തരത്തിൽ സെയ്ദിനിക്ക് 1000 ഉണ്ട് സെയ്ദിനിക്കൊരു സൗബുണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ ആണെങ്കിൽ എൻ്റെ അടുക്കൽ നിന്നോ എൻ്റെ മേലിൽ നിന്നോ എന്തൊരു വാക്കുണ്ടാവണം. പിന്നെ കൗലുഹു അലയ്യ എന്ന കൗലാവുന്നത് ഔ ഫീ ദിമ്മത്തി ദീവി ദിമ്മത്തി എന്ന കൗലാവുന്നത് എന്തിനുള്ളതാണ്? ലിദ്ദൈനി ദൈൻ അറിയിക്കാനുള്ളതാണ്, കടമായി കൊണ്ട് എന്നർത്ഥം. മുഅയ്യനല്ലാത്തൊരു സാധനം ഞാൻ കൊടുക്കാണ്ട് എന്ന് അറിയിക്കാനാണ് എന്ത് പറയല് അലയ്യ എന്നല്ലെങ്കിൽ ഫീ ദിമ്മത്തി എന്നോ പറയല്.
അപ്പോൾ മഴ എന്ന് പറയലും ഇന്തി എന്തി അല്ലെങ്കിൽ എന്തി എന്നൊക്കെ പറയലിൽ അയിനി ആ മഴന അവസ്ഥയെ പറ്റിയാണ്. പിന്നെ ആ യഹ്മലുൽ ഐനോ, ഒരു ഐൻ എന്ന് പറഞ്ഞാൽ അതിന് ചുമത്തപ്പെടണം. അങ്ങനെ സെയ്ദിനിക്ക് എൻ്റെ അടുക്കൽ ഒരു ഐനുണ്ട് കാരണം. അങ്ങനെ പറഞ്ഞാൽ എന്തിനു ചുമത്തപ്പെടണം? അല അതിനൽ മറാത്തിബി, ഗ്രേഡിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും താന്നതിന് ചുമത്തപ്പെടണം. അതേതാന്ന് പറഞ്ഞാൽ ഒരു വദിയത്താണ്. എൻ്റെ വീട്ടിലെ സെയ്ദിനിക്കുള്ളൊരു ഐനുണ്ട് കാരണം. അതിൻ്റെ അർത്ഥം ഞാൻ കൊടുക്കാണ്ട് എന്നല്ല, ഓൻ്റെ അടുത്ത് സൂക്ഷിക്കാൻ വെച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇപ്പോൾ യക്കുബൽ കൗലുഹു, അപ്പോൾ ഇവൻ പറഞ്ഞ് സ്വീകരിക്കപ്പെടും. ബി യമീനിഹി, യമീനോട് കൂടെ ഫിറദ്ദി, അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നതിൽ ഞാൻ പറഞ്ഞിനു ഞാൻ തിരിച്ചു കൊടുത്തിന്. ഇന്നാൾ പറഞ്ഞില്ലേ സെയ്ദിന് എൻ്റെ അടുത്ത് എന്തോ സാധനം സെയ്ദിനിക്കുള്ളത് ഉണ്ട് പറഞ്ഞിന്. ഉണ്ടേനു, അതുകൊണ്ട് കൊടുത്തും ചെയ്തിനല്ലോ, കഴിഞ്ഞു. അല്ലെങ്കിലോ തെൽഫി, നശിച്ചു പറഞ്ഞല്ലോ. വധിയത്ത് നശിച്ചുണ്ടെങ്കിൽ ആർക്കും ഉത്തരവാദിത്തമല്ല, ഏറ്റെടുത്തോന് അത് നശിച്ചു പറഞ്ഞാൽ കഴിഞ്ഞ്. ഞാൻ എൻ്റെ അടുത്ത് സാധനം സൂക്ഷിക്കാൻ ചെയ്യാതോടെ ചോദിച്ചു. അത് സാധനം കാണാനില്ല പറഞ്ഞു. മറ്റോ പറഞ്ഞു നീ നോക്കാൻ ചോദിച്ചു. എനിക്ക് നോക്കാനൊന്നും കഴിയില്ല അറിയാം. പക്ഷേ വധിയത്തിനെ സംബന്ധിച്ചിടത്തോളം അത് നോക്കിക്കൊണ്ടിരിക്കൽ ആർക്ക് ബാധ്യതല്ല, ഈ ചങ്ങായിക്ക് ബാധ്യതല്ല. പിന്നെ പക്ഷെ വീഴ്ച വരുത്തരുത് മാത്രം. കേടിരുന്ന സാധനം, മഴ ഉണ്ടാക്കി കേട്ടിരുന്ന സാധനം മഴ എടുത്ത് വെക്കരുത്, വെയിലുണ്ടാക്കി കേട്ടിരുന്ന സാധനം വെയിലുകൊടുത്ത് വെക്കരുത്. അതിന് കണക്കുണ്ട്. വക്ക നഅം പോലെ, ബല പോലെ, സ്വതക്കത്ത പോലെ, എവിടെ അബിറത്തനി എന്നൊക്കെ പറയും പോലെ, മിൻഹു ജിനിക്ക് പൊരുത്തപ്പെട്ടെന്നൊക്കെ പറയും പോലെ, ഔ അബിരിനി മിൻഹു, അബിരിനി മിൻഹു എന്നൊക്കെ പറയും പോലെ, എവിടെ അല്ലേ? ഇപ്പോൾ കളയത്തുഹു എന്നൊക്കെ പറയും പോലെ, ലി ജവാബി മറുപടിക്ക്. എന്തെല്ലാം മറുപടി? അലൈസലി അലൈക്ക കഥ. ഒരു ഫുലാൻ വന്നാണ്ട് നിന്നോട് ചോദിച്ചു, അലൈസലി അലൈക്ക കഥ, ഈ എനിക്ക് ഇന്നല്ലേ തരാല്ലേ എന്ന് ചോദിച്ചു. അപ്പം എന്ത് പറഞ്ഞു? നഅം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ബല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സദഖത്ത എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അബ്റഅ്തനി മിൻഹു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അബ്രീനി മിൻഹു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കളയത്തുഹു എന്നൊക്കെ പറഞ്ഞാൽ ഈ 5-8 വാക്കിൽ നിന്ന് ഏത് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഞാൻ എനിക്ക് തരാണ്ടെന്നുള്ള ഏറ്റിടുന്ന അർത്ഥം. മനസ്സിലായില്ല? ഈയടാ ഈ എനിക്ക് രക്ഷ തരാല്ലേ ചോദിച്ചു. അത് ഞാൻ എനിക്ക് വീട്ടിൽ നിന്നല്ലോ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ത് അംഗീകരിച്ചു? തരാണ്ടെന്ന് അല്ല വീട്ടില്. ഔ കാലലഹു, അല്ലെങ്കിൽ ഫുല ഇവനോട് പറഞ്ഞു, ലി അലൈക കഥാ മിൻ അൽ ഇസ്തിഫാമിൻ, അലൈസ ഒഴിവാക്കിയാണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇസ്തിഫാം ഒഴിവാക്കിയാണ്ട് ലി അലൈക കഥാ, നീ എനിക്ക് രക്ഷ തരാണ്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്നല്ലോ, തരാം, ശരിന്നെ തരാണ്ട്. ഈ അത് 5-8 വാക്കിൽ നിന്ന് ഏത് പറഞ്ഞാലും എന്താവും? ഇപ്പോൾ മുക്കിറായി, അംഗീകരിച്ച ആളായി. ലി അന്നൽ മഫ്ഹൂമ മിൻ ദാലിക, ഇവൻ്റെ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത് അൽ ഇഖ്റാറു, അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ്, അല്ലേ? വലൗകാന പറഞ്ഞാൽ ഇഖ്ലിൽ അൽഫല്ലദീ ലി അലൈക, നീ എനിക്ക് തരാനുള്ള 1000 കണ്ട് വീട്ടിൽ കൊണ്ടാറണം. എനിക്ക് തരാനുള്ള 1000 അല്ലേ, അത് കൊണ്ടാറണം. ഇഖ്ലിൽ അൽഫല്ലദീ ലി അലൈക, നീ എനിക്ക് തരാനുള്ള 1000 കൊണ്ടാറണം. അല്ലെ ഉഖ്ബിർതു അന്ന ലി അലൈക അൽഫൻ, എനിക്കൊരു വിവരം കിട്ടി എനിക്ക് 1000 തരാണ്ട്. അപ്പം കാലനാം, അപ്പം മറ്റോൻ പറഞ്ഞു ആയിക്കോട്ടെ ആയിരുന്നോ, അല്ലെ ഒംഹിൽ നീ, അല്ലെങ്കിൽ ഒരു മാസം കൂടി ഡേറ്റ് ഉണ്ടായിരുന്നോ, ഔല്ല ഒങ്കിറു മാ തദ്ദൈഹി, നീ വാദിക്കുന്ന ഞാൻ എതിർക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഔ അഫ്തഹൽ കീസ, ഞാൻ എൻ്റെ ഇത് കീസ് തുറക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിലോ ഔ അജിദുൽ മിഫ്താഹ, ഞാൻ എൻ്റെ ചാവി എത്തിക്കുന്നത് വരെ താമസം കൊണ്ടാന്ന് പറഞ്ഞു. അവി ദറാഹിമാ മസലൻ, അല്ലെങ്കിൽ ദറാഹിമ് ആയിക്കോട്ടെ തന്നാ പോരെ എന്നൊക്കെ ചോദിച്ചു. ഇക്കറാറുൻ, അതും ഒക്കെ എന്താക്കി കൂട്ടും, ഇക്കറാറാക്കി കൂട്ടും. ഹൈത്തുൽ ഇസ്തിസാ, ഒരു കളിയാക്കുന്ന അടയാളമില്ലാത്ത കാലത്തോളം ആയിക്കോട്ടെ ചാവി ഉണ്ടല്ലോ എന്നിട്ട് തരട്ടെ, മറ്റേ ആക്കിയ പറച്ചിലുണ്ടല്ലോ, അതിന് ആക്കിയ പറച്ചിലാണ് തോന്നാത്ത കാലത്തോളം എന്താക്കി കൂട്ടും, അതൊക്കെ ഇക്റാറാക്കി കൂട്ടുന്നതാണ്.
ഫൈനിക്തറിന് വിവാദിമിമാതിക്കറ മേൽ പറയപ്പെട്ട ഈ മൂന്നാല് വാക്കിൽ നിന്ന് ഒന്നിനോട് അന്വയിച്ചാൽ കരീനത്ത് ഇസ്തിസായിൻ ഒരാളെ കളിയാക്കുന്നതിൻ്റെ ലക്ഷണം വെളിവായാൽ കൈറാദി കലാമിഹി വിന വിലഹക്കിൻ ചിരി പോലത്തതിനോട് ഇവൻ്റെ കലാമിനെ ഈറാദ് ചെയ്യും പോലെ ഹസിറ സിമ്മിമാതുല്ലര താജുബി അത്ഭുതത്തിനും അറിയിക്കുന്നതിൽ പെട്ട തലകുലുക്കൽ കുലുക്കി പറയും പോലെ. പിന്നെ ആണ് വവൽ ഇങ്കാരി ഇങ്കാറിൻ്റെ മേലൊക്കെ അറിയിക്കുന്ന ഒന്നിൽപ്പെട്ട തലകുലി കുലുക്കി പോകണ്ടാണെങ്കിൽ ഔവ സബത്തതാരിക്ക എന്ന് പറഞ്ഞ് മാത്രമല്ല അത് സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കണ്ടോലൊക്കെ ഉണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, കുലുക്കിക്കൊണ്ട് പറഞ്ഞത് കണ്ടൊരു സാക്ഷിയുണ്ട്. കമാവുലാഹിറുൻ അവിലാഹിർ അതോടെ കിട്ടി. അത് പിന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, അതിന് സാക്ഷ്യമാണല്ലോ എന്നൊക്കെ. എന്നാലും വെക്കും ബിഹി മുക്കിറന്നലും മുഴത്തമതി ഈ മുഴത്തമതി പ്രകാരം എന്താ ഉണ്ടാവില്ല, ഈ വാക്കുകൊണ്ട് മുക്കിറാവൂല. കാരണം കളിയാക്കി പറഞ്ഞാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതലബുൽ ബൈഇ നീ വിൽക്കുന്നോ എന്ന് തേടൽ ഇഖ്റാറും ബിൽ മിൽക്കി മിൽക്കൊണ്ടുള്ള ഇഖ്റാറാണ്. നിൻ്റെ കയ്യിലുള്ള ഈ സാധനത്തെ ഞാൻ ഇത് നീ വിൽക്കുന്നടോ എന്ന് ചോദിച്ചു. അതോടുകൂടി ഞാൻ എന്ത് ഇഖ്റാർ ചെയ്തവനായി? ഈ സാധനം നിൻ്റെ വിൽക്കാണെന്ന് ഞാൻ ഇഖ്റാർ ചെയ്തവനായി. പിന്നെ വൽ ആരിയത്തി വൽ ഇജാറത്തി ആരിയത്തും ഇജാറത്തും തേടൽ ആവശ്യപ്പെടൽ ഇഖ്റാറും ബി മിൽക്കിൽ മംഫഅത്തി ആ വസ്തുവിലുള്ള ഉപകാരത്തെ ഉടമയാക്കിയിട്ടുണ്ട് എന്ന് ഇഖ്റാർ ചെയ്യലാണ്. നീ സാധനം വാടകയ്ക്ക് കൊടുക്കുന്നോ എന്ന് ചോദിച്ചാൽ ആ സാധനത്തിൻ്റെ മംഫഅത്തിൻ്റെ മേൽ നിനക്ക് ഉടമയുണ്ടോ എന്ന് ആര് അംഗീകരിക്കലായി? ചോദിച്ച ഞാൻ അംഗീകരിക്കലായി. ഓക്കെ. ലാക്കിൻ തഈനുഹാ ഇലൽ മുഖിരി ആ മംഫഅത്ത് എത്രയാണ്, എങ്ങനെയാണ്, ആ ഇത്തരം കാര്യത്തിലുള്ള നിർണിതപ്പെടുത്തലാവുന്നത് ആരെക്കൊള്ള ഏൽപ്പിക്കപ്പെട്ടതാണ്? ഇരൽ മുഖിരിയ മുഖിറായ വ്യക്തിയിൽ ഏൽപ്പിക്കുക. ഒരു വസ്തുവിടെ 2-3 ഉപകാരം ഉണ്ടാവില്ലേ? ഒരു സാധനം കൊണ്ട് 2-3 ഉപകാരം ഉണ്ടാവും. അതിൽ നിന്ന് ഏതുപകാരമാണോ നീ ഉദ്ദേശിച്ചത് നാട് ചോദിക്കണം. ഈ ഇഖ്റാറിൻ്റെ വാക്ക് പറഞ്ഞവനോട് ചോദിക്കണം. അമ്മാ കൗലുഹു ഒപ്പരാൾ പറയലാവുന്ന ലൈസ ലക അലയ്യ അക്സറു മിൻ അൽഫിൻ നിനക്ക് ഞാൻ 1000-നേക്കാൾ കൂടുതൽ തരാനില്ല എന്ന വാക്ക് ജവാബല്ലി കൗലിഹി മറ്റോ പറഞ്ഞ് എനിക്ക് മറുപടിയും കൊണ്ട് ലി അലൈക്ക അൽഫുൻ നീ എനിക്ക് 1000 തരാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് 1000-നേക്കാൾ കൂടുതൽ തരാനില്ല എന്ന് പറയൽ. ഔന തഹാസബു അല്ലെങ്കിൽ നമ്മൾ അത് കൂടി കണക്ക് കൂട്ടേണ്ടതാണ് എന്നൊക്കെ പറയൽ. ഔ അല്ലെങ്കിൽ ഉക്തുബു ലി സൈദി ഉക്തുബു നിങ്ങൾ എഴുതൂ ലി സൈദിൻ അലയ്യ അൽഫു ദിർഹം ഞാൻ സൈദിനിക്ക് 1000 ദിർഹം കൊടുക്കാണ്ട് എന്ന് നിങ്ങൾ എഴുതൂ എന്ന് പറയൽ. ഔ ഇഷ്ഹദു അലയ്യ ബി കഥാ ഇന്നാലിനെ കൊണ്ട് നിങ്ങൾ എൻ്റെ മേൽ കേടായിട്ട് സാക്ഷി നോളിയിടൂ എന്ന് പറയൽ. ഔ ബി മാ ഫി ഹാദൽ കിതാബി അല്ലെങ്കിൽ ഈ ലെറ്ററിനകത്തുള്ളതൊക്കെ എല്ലാം ഒന്നുകൊണ്ടും നിങ്ങൾ സാക്ഷിയായിക്കോളിയോ എന്നുള്ള പറയൽ. ഫലൈസ ബി ഇഖ്റാറിൻ അതൊന്നും അറിയില്ല, ഇഖ്റാർ എന്ന് പറയില്ല. പിന്നെ ബി ഖിലാഫി ഉഷ്ഹിദുക്കും മുലാഫൻ ലി നഫ്സിഹി ഞാൻ നിങ്ങളെ സാക്ഷിയാക്കുന്നു മുലാഫൻ ലി നഫ്സിഹി. അവ നേരത്തെ പറഞ്ഞല്ലേ ഇഷ്ഹദു അലയ്യ ബി കഥ അല്ലെങ്കിൽ ബിമാഫി അദൽ കിതാബി എന്നൊക്കെ പറഞ്ഞില്ലേ, അതിലേക്ക് ചേർത്തിയിട്ട് മുലാഫല്ലി നഫ്സി തംസിഹി തൻ്റെ നഫ്സുകളിൽ ചേർക്കപ്പെട്ട നിലയിൽ നിന്ന് കൂട്ടി പറഞ്ഞ എന്ന് പറയലേക്ക് മാറുക. അങ്ങനെ ആകുമ്പോൾ എന്തായി മാറും? ഇഖ്റാറായി മാറും. വ ഖൗലുഹു ലിമൻ ഒരാൾ പറയൽ ലിമൻ ഒരുത്തൻ്റെ കാര്യത്തിൽ ഷഹീദ അലൈഹി ഈ പറയണ ചങ്ങായി ആ മന്നിൻ്റെ മേലിൽ ആ പറയുന്നവൻ്റെ മേൽ കേടായിട്ട് മറ്റേ ഷാഹിദുമാണ്, ആ മന്ന് ഷാഹിദാണ്. അങ്ങനത്തെ ഒരുത്തനോട് പറയൽ ഹു അദുലുൻ അവൻ വിശ്വസിക്കാൻ പറ്റിയ ആളൊക്കെ തന്നെ കേട്ടോ. ഫീമ ഷെയ്ത ബിഹിയിലെ സാക്ഷിക്കുന്ന കാര്യത്തോടെ വിശ്വസിക്കാൻ പറ്റും എന്ന് ഇവൻ്റെ മേൽ കേടായിട്ട് സാക്ഷിക്കുന്ന ഒരാളെ പറ്റി ഒരു വ്യക്തി പറയൽ ഇഖ്റാറുൻ അത് ഇഖ്റാറാണ്. പിന്നെ പേര് കേടായിട്ടാണ് പറ്റും സാക്ഷിക്കണം. ഓൻ അതിനെപ്പറ്റിയൊക്കെ പറ്റും, ഓൻ സാക്ഷിക്കാനൊക്കെ പറ്റും എന്നൊക്കെ പറഞ്ഞ പറച്ചിൽ അത് ഇഖ്റാറാണ്. ഇതാ ഷഹീദ അലയ്യ ഫുലാനും ബിമിയത്തിൻ
ഫുലാൻ എൻ്റെ മേൽ കേടായിട്ട് 100 കൊണ്ട് ഷാഹിദായാൽ എന്ന് പറയും പോലെ, ഔ കാല അല്ലെങ്കിൽ ദാലിക, ഔ കാല ദാലിക, അല്ലെങ്കിൽ അന്നലക്ക ഇന്നലക്ക അലയ്യ കഥ എന്നതിനെ ഈ ഫുലാൻ പറഞ്ഞാൽ ഫഹുവ സാദിഖുൻ, ആ പറഞ്ഞ സാദിഖാണ് എന്നൊക്കെ പറയും പോലെ, ഫഇന്നഹു ഇഖ്റാറുൻ, അത് ഇഖ്റാറിനാണ്. ഇല്ലം യശ്ഹദ്, സാക്ഷി നിന്നിട്ടില്ലെങ്കിലും എന്തിൻ്റെയാണ്? അത് ഇഖ്റാറാണ്. ഇനി വേറൊരു ഷർത്ത്, ശുരിത്തഫി മുഖർ ബിഹി. ഇതുവരെ ആരിലെ ഷർത്ത് എന്ന് പറഞ്ഞതിന് ഇഖ്റാറിൻ്റെ ലഫ്ള്, ഇഖ്റാറിലുള്ള ഷർത്ത്. ഇനി പറഞ്ഞത് മുഖർ ബിഹിയായ വസ്തുവിലുള്ള ഷർത്ത്, അല്ലാ യകൂന മിൽക്കല്ലി മുഖിറിൻ, അത് മുഖിറിൻ്റെ മിൽക്കാകരുത്. മുഖർ ബിഹി, പിന്നെ മുഖിറിൻ്റെ മിൽക്കാകരുത്. ഹീന യുക്കിറു, ഇഖ്റാർ ചെയ്യണ നേരത്ത്. ലിഅന്നൽ ഇഖ്റാറ ലൈസ, ഇഖ്റാർ എന്നത് അല്ല, ഇസാലത്തൻ അനിൽ മിൽക്കി, മിൽക്കത്തോട് നീക്കലല്ല, നീങ്ങിപ്പോയി എന്നുള്ള വർത്താനം പറയലാണ്. പറയുമ്പോഴും പണ്ട് മിൽക്കിലുള്ള വസ്തുവാണെങ്കിൽ പിന്നെ എന്താവൂല, ആ ഇഖ്റാർ എന്താവൂല, ഇഖ്റാറാക്കി കൂട്ടൂല. കാരണം ഇഖ്റാർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഈ പറച്ചിലോണ്ടത് ഉണ്ടാക്കലല്ല, തൻ്റെ മിൽക്കിലുള്ള വസ്തുവിനെ അവിടെ നിന്ന് മിൽക്കിൽ നീക്കാനല്ല. മുമ്പ് നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഹക്കോട് വർത്താനം പറയലാണ്. ഇന്നമാവോ ഇഖ്ബാറിന് കൗനിഹി മിൽക്കല്ലി മുഖർ ലഹു, മുഖർ ലഹൂനിക്കുള്ള മിൽക്കാണോ ഈ മുഖർബിയ വസ്തു എന്ന് വർത്തമാനം പറഞ്ഞതിൻ്റെ പേരാണെന്ത് ഇഖ്റാർ, എന്നല്ലാതെ പറച്ചിലോണ്ട് ഇഖ്റാർ ഉണ്ടാക്കലല്ല, ഇൻഷാ അല്ലാതെ. പിന്നെ ഇതാലം യുകദ്ദിബുഹൂൻ, ആ മറ്റേ ചങ്ങനെ കളവാക്കാതിരിക്കുമ്പോൾ, മുഖർ ലഹുവായ ചങ്ങായി ഉണ്ടല്ലോ, ഓന് ഇഖ്റാർ എന്ത് ചെയ്യാൻ തക്ദീബ് കളവാക്കാത്തപ്പോൾ, ഫഖാലു, അപ്പോൾ ഒരാൾ പറയില്ലേ, ദാരി അല്ലെ സൗബി, അല്ലെങ്കിൽ ദാരി അല്ലത്തി ഇസ്തറൈതുഹാ ലിനഫ്സി, എന്നിട്ട് ലിസൈദിൻ, എൻ്റെ വീട് സെയ്ദിൻ്റെതാണ്, എൻ്റെ സൗബ് സെയ്ദിൻ്റെതാണ്, ഞാൻ എനിക്ക് വാങ്ങി വാങ്ങിയ വീട് സെയ്ദിൻ്റെതാണ് എന്നൊക്കെയുള്ള പറയൽ. ഔ ദൈനി അല്ലതി അലാ സെയ്ദിൻ, സെയ്ദിൻ്റെ പേര് കേടായിട്ട് എനിക്ക് കിട്ടാനുള്ള അക്കടം അംറിൻ, അംറിന് എന്നൊക്കെ പറഞ്ഞാൽ ലഹവാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ സ്വതക്കയാവും നീ എന്തൊക്കെ ഉണ്ടെങ്കിൽ, അതേ സ്ഥലത്ത് എന്തായി കൂട്ടൂല, ഇഖ്റാറാക്കി കൂട്ടൂല. അത് ഇഖ്റാറാക്കണമെങ്കിൽ എന്ത് വേണം, ഇപ്പം വർത്തമാനം പറയണം, എന്ത് അത് എൻ്റെതല്ല ഓൻ്റെതാണ്. ഇപ്പം അങ്ങനെയല്ല പറയുക, എൻ്റെത് ഓനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സാധനം എൻ്റെ തന്നെയാണ്, ഞാൻ കൊടുക്കുകയാണ് എന്നർത്ഥം, ഇഖ്റാർ എന്ന് പറയില്ല. ലന്നൽ ഇദാഫത്ത് ഇലൈഹി, കാരണം ഓനിലേക്ക് ചേർത്തി പറയൽ തഖ്ദീൽ മിൽക ലഹു, തനിക്ക് മിൽക്കുന്നുണ്ട്, എന്ത് കിടന്നുണ്ട്, തുനാഫിൽ ഇഖ്റാറ ബിഹി ലിഗൈരിഹി, അപ്പോൾ അതുകൊണ്ട് മറ്റൊരാളുകളുടെ ഇഖ്റാറിനോട് എതിരാണ്. ഇത് ഹുവ ഇഖ്റാറും ബിഹഖിൻ സാബിഖിൻ, കാരണം ഇഖ്റാർ എന്ന് പറഞ്ഞാൽ സാബിക്ക ഹക്കോട് വർത്താനം പറയലാണ്, ഇപ്പം പുതിയ ഹക്ക് ഉണ്ടാക്കലല്ല. വകാല, ഒരാൾ പറഞ്ഞു, മസ്കനി ഔ മൽബൂസി ലി സെയ്ദിൻ, എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ വസ്ത്രം അത് സെയ്ദിനിക്കാണ് എന്ന് പറയൽ ഹുവ ഇഖ്റാറുൻ, അത് ഇഖ്റാറാണ്. ലിഅന്നഹു ഖദ് യസ്കുനു വയൽബസു മിൽക ഗൈരിഹി, ഒരാൾക്ക് വേറെ ആളെ മിൽക്ക് ധരിക്കാം, വേറെ ആളെ മിൽക്ക് താമസിക്കാം. ഞാൻ താമസിക്കുന്ന വീട് സെയ്ദിൻ്റെന്നാണ് പറഞ്ഞത്, എന്നല്ലാതെ എൻ്റെ വീട് സെയ്ദിൻ്റെന്നല്ല പറഞ്ഞത്, ഞാൻ താമസിക്കുന്ന വീട് സെയ്ദിൻ്റെ ആണ്. അപ്പം എൻ്റെ വീട് അറിഞ്ഞില്ലല്ലോ, ഒരാൾ വേറെ വീട്ടിൽ പാർത്തുകൂടെ, ഞാനീ ധരിച്ച തുണി സെയ്ദിൻ്റെ ആണ് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം മിൽക്കൂടെ വർത്താനം പറയലല്ല, ഇഖ്റാറാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ ഖാല, ഒരാൾ പറഞ്ഞു, മസ്കനി, ഞാൻ താമസിക്കുന്ന ഇത്, അല്ലെങ്കിൽ ഔ മൽബൂസി, അല്ലെങ്കിൽ ഞാൻ ഈ ധരിച്ച ഇത്, ലി സെയ്ദിൻ, സെയ്ദിനിക്കാണ് എന്ന് പറഞ്ഞാൽ ഹുവ ഇഖ്റാറുൻ, അത് ഇഖ്റാറാണ്. ലിഅന്നഹു ഖദ് യസ്കുനു വയൽബസു, കാരണം ചിലപ്പോൾ ഒരാൾക്ക് താമസിക്കുകയും ധരിക്കുകയും ചെയ്യാമല്ലോ, മിൽക ഗൈരിഹി, വേറെ ആളുടെ മിൽക്കിനെയും. അപ്പം ഞാനീ താമസിക്കുന്ന വീട് സെയ്ദിൻ്റെതാണ് പറഞ്ഞാൽ അത് ഇഖ്റാറാണ്. അതിന് വലൗ ഖാല, ഒരാൾ പറഞ്ഞാൽ, അദ്ദൈനുല്ലദീ കതബ്തുഹു, ഞാൻ എഴുതിയ അദൈൻ, അല്ലെങ്കിൽ ഔ ബിസ്മി, അല്ലെങ്കിൽ എൻ്റെ പേരിൽ ഉറപ്പിക്കപ്പെട്ട അദൈൻ, അല സെയ്ദിൻ, സെയ്ദിൻ്റെ മേൽ സ്ഥാപിതാക്കപ്പെട്ട അല്ലെങ്കിൽ സെയ്ദിൻ്റെ മേൽ എഴുതപ്പെട്ട ആ കടം, ലി അംറിൻ, അംറിനിക്കാണ് എന്ന് പറഞ്ഞാൽ സ്വഹ, അതും സഹിയാവെന്ന് പറഞ്ഞാൽ അത് ഇഖ്റാറാക്കി കൂട്ടും. ഔദ്ദൈനുല്ലദീ ലീ
അലാ സെയ്ദിൻ, സെയ്ദ് എനിക്ക് തരാനുള്ള ദൈന് ലി അംറിൻ, അംറിനിക്കാണ് പറഞ്ഞാൽ അതെന്താക്കി കൂട്ടൂല, ഇക്രാറാക്കി കൂട്ടൂല. ലി അംറിൻ അത് പുതിയൊരു ഇടപാടാക്കിയാൽ കൂട്ടുക. ലമസിഹ സഹിയാവില്ല, അത് ഇക്രാറല്ല. ഇല്ല ഇൻ കാലാവൻ പറഞ്ഞാലൊഴികെ വ ഇസ്മി എൻ്റെ പേര് ഫിൽ കിതാബി ആധാരത്തിൽ എൻ്റെ പേര് വന്നത് ആര്യത്തുൻ അതെങ്ങനെയോ അവിചാരിതമായോ മറ്റോ ഓർക്കപ്പുറത്ത് വന്നു ചാടിയതാണ് എന്ന് പറഞ്ഞാലൊഴികെ. അങ്ങനെ അതേനുല്ലതി ലീ അലാ സെയ്ദിൻ, അപ്പം ആധാരത്തിലുള്ള ഇപ്പം എന്താണ് സെയ്ദ് എനിക്ക് തരാനുള്ളത് എന്ന് പറഞ്ഞു കണ്ടപ്പോൾ അതിൽ എഴുതി വെച്ചത്. ആ എനിക്ക് എന്ന് പറഞ്ഞത് എൻ്റെ പേര് അല്ലെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞുള്ള അപ്പറച്ചിൽ അത് ഞാൻ അത് എഴുതിയ ആളോ മറ്റോ അവിചാരിതമായിട്ട് വന്നാന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് അങ്ങനെയാണെങ്കിൽ അത് സഹിയാവും. വലോ അക്കറ ഒരാൾ ഇക്രാർ ചെയ്താൽ ബി ഹുരിയത്തി അബ്ദിൻ മുഅയ്യനിൻ, ഒരു മുഅയ്യനായ അബ്ദിനെ കുറിച്ച് ഹുറാണ് ഇക്രാർ ചെയ്ത്, അത് നിൽക്കുന്നത് എവിടെയാണ്? ഫീരി വൈരിഹി മറ്റൊരാളുടെ എതിരാണ്. ഔ ഷഹീദ ബിഹ അതെങ്കിൽ ഹുറാണെന്നുകൊണ്ട് ഇവൻ ഷാഹിദായാൽ സുമസ്തറാഹുലി നഫ്സിഹി, എന്നിട്ട് പിന്നെ ഓനിക്ക് വേണ്ടി കണ്ട് വാങ്ങിയാൽ ഔ മലക്കഹൂബി വജിഹിന്നാഹറ മഞ്ഞ് വേറെ ഏതേ വകുപ്പ് കൂടെ അതിനെ മിൽക്കാക്കിയാൽ ഹുക്മ ബിഹിരിയത്തിഹി അത് ഹുറാണെന്നോട് വിധിക്കപ്പെടും, എൻ്റെ പൈസയാണ് പോകും. വലോ അഷ്ഹദ ഒരാൾ സാക്ഷി നിർത്തി അന്നഹു സയുഖിറു ബിമാ ഒന്നുകൊണ്ട് അവൻ പിന്നീട് ഇഖ്റാർ ചെയ്യും ലൈസ അലൈഹി അവൻ്റെ മേലുള്ളത് അല്ലാത്ത ഒന്നുകൊണ്ട്, തനിക്ക് ബാധ്യത അല്ലാത്ത ഒന്നുകൊണ്ട് ഫഖറ ഇങ്ങോട്ട് പിന്നെ ഇഖ്റാർ ചെയ്തു അന്ന അലൈഹി ഫുലാനിൻ കഥ നിശ്ചയമായിട്ടും തൻ്റെ മേൽ ബാധ്യത കൊണ്ട് ഫുലാനിക്ക് ഇന്നല്ല ഉണ്ട് നിക്കാറും ചെയ്താൽ ലസിമഹു അത് കൊടുക്കലോ അനുഭവം നിർബന്ധമാണ്. പ്രമേംഫഹുദാരികൽ ഇഷ്ഹാദു ആദ്യം ഇഷ്ഹാദ് അടവുണ്ടായി വിചാരിച്ചാണ്, അതൊന്നും ഒരു ഉപകാരം ചെയ്യുന്നതല്ല. ഇപ്പോൾ സഹൈക്രാറും മിമ്മരീലിൻ മറലമൗത്തീൻ, മറലമൗത്തിൽ കിടക്കുന്ന രോഗിൻ്റെ വക്കിൽ ഇക്രാർ സഹിയാകും. വലൗലി വാരിദീൻ അത് വാരിദിന് ഗുണമായിട്ടാണ് ഇക്രാർ ചെയ്ത് എന്നാലും ശരിയാകും. ദൈനിൻ ഔ ഐനിൻ അത് ദൈനോണ്ടാണെങ്കിലും അതിനോടാണെങ്കിലും ഫയഖ്റുജു അപ്പം ആ ദൈനും ഐനും ഒക്കെ പുറപ്പെടും. മിൻ റസിൽ മാലി ഇയാളുടെ റസിൽ മാലിൽ നിന്ന് ഭയങ്കര ബഹുവാക്യത്തിൽ വാരസതി ബാക്കിയുള്ള വാരസീങ്ങളത് ഏറെ കളവാക്കിയൊക്കെയാണ് എന്നാലും ശരി. ഇല്ലേ അന്നഹു ഇപ്പോൾ മറ്റങ്ങർമായി ഇക്രാർ ചെയ്യുന്നത് ഞാൻ പണ്ടെന്നോ കൊടുത്താണ് ഇപ്പോഴാണ് പറയുന്നത്, അത് മുമ്പ് കൊടുത്തിട്ടില്ല ഇപ്പോൾ നോണ അറിയാണെന്ന് പറഞ്ഞാലും അന്നഹു ഇന്ദഹാബി ഹാലത്തിൻ കാരണം ഈ രോഗിയുടെ ഹാലത്തിലേക്ക് അറ്റമായിട്ടുണ്ട്. യസ്ദുഖു ഫിഹിൽ കാദിബു എത്തൂബു അൽ ഫാജിറു ഏതൊരു ഫാജിറു തോപ ചെയ്യുകയും ഏതൊരു കാദിബും സത്യം പറയുന്ന ഹാലത്തിലെത്തിയിട്ട് ഇഞ്ഞിപ്പോൾ എന്തിനാണെന്ന് അള്ളാഹിറു തുക്കുഹു അള്ളാഹിറാൽ സത്യം പറഞ്ഞതെന്നുള്ളതല്ലേ. ലാക്കില്ലിൽ വാരി താലീഫിൽ മുഖറലഹു അതായിരിക്കുന്ന ഫുലാനെ പിടിച്ചു കാണാൻ ചെയ്യാൻ പറ്റും, സത്യം ജീവിക്കാൻ പറ്റും. വാരിങ്ങൾക്ക് അലിസ്തേക്കാക്കി തന്നഹാനാണെന്നതിൻ്റെ മേലിൽ കഫാരി ഓരോ അക്കറ ഓരോ ഇക്രാർ ചെയ്ത് പിന്നെ വിഹിബത്തിൻ ഞാൻ മുമ്പ് ഹിബത്ത് കൊടുത്തീനി എന്നാണ് ഇക്രാർ ചെയ്ത് മാ കബുദ്ദീൻ അത് കബുൽ പണ്ട് ഓൻ കൊടുത്ത് കബുലും ചെയ്യിപ്പിച്ചിരുന്നു കാരണം ഹിബത്ത് ഉച്ചരിച്ചെങ്കിൽ മാത്രമല്ല ഫിസിഹതി ആരോഗ്യകാലത്ത് തന്നെ ഞാൻ ഓന് കബുലും ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടും. അതിനകത്തിലാക്കാം. ഇനി ആരോഗ്യകാലത്തിൽ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, കബുൽ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ശരി. പിന്നെ ഹൗകാല ഒരാൾ പറഞ്ഞു, ഈ ഒരു രോഗി പറഞ്ഞോ ഈ അയിനിൻ്റെ കാര്യത്തിൽ ഒരിഫാനാമിൽക്കുഹു ആകെ അറിയപ്പെട്ട കാര്യമാണ് ഈ സാധനം കാറബ്രതോട്ടായ ആളെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ അതിൻ്റെ കാര്യത്തിലോ പറഞ്ഞു ഹാദഹി മിൽക്കുൻലി വാരിദീൻ ഇതിൻ്റെ വാരിദിൻ്റെ മിൽക്കാണ് നസില ഹാരത്തിൽ മറളി അത് ഹാരത്തിൽ മറലിന് മേലെ ഇറക്കപ്പെടണം കാലുഹുൽ കാലി എന്ന് വെച്ചാൽ വേദവക്കഫു അപ്പം അതിൻ്റെ കാര്യം നിലകൃതിയാണ് ചില ഇജാദതി ബക്കിയത്തിൽ വാരതീൻ ബാക്കിയുള്ള വാരതീങ്ങൾ ഇജാദത്ത് ചെയ്തെങ്കിലും നടപ്പാകുള്ളൂ. അങ്ങനെയാണല്ലോ മറന്നു മുഖത്തിലൊരാൾ അങ്ങനെ തബറു ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വാരതീങ്ങൾ നടപ്പാക്കിയെങ്കിലേ നടപ്പാകുള്ളൂ. അമാലോ കാല ഒരാൾ പറഞ്ഞാലുള്ള മാതിരി തന്നെ പിന്നെ വഹബത്തുഹു ഫി മറലീൻ ഞാൻ എൻ്റെ രോഗകാലത്താണ് ഞാൻ ഹിബത്ത് കൊടുത്തത് കാരണം എന്ന് പറഞ്ഞാൽ എന്ത് വേണം? പക്കത്തിൽ വാരത്തിൻ്റെ ഇജാദത്തിനോ അല്ലെന്ന മാതിരിയാണ്.
പിന്നെ വഖ്താറ ജമ്മുൻ മുഖ്താറാക്കിയാണ് അതമ കബൂലിഹി. ആര് തന്നെ മറന്നുമോത്ത് കിടക്കുന്ന വിധത്തിലുള്ളതായിരിക്കുന്ന ഇഖ്റാർ സ്വീകരിക്കൂല എന്ന് കുജമന്ദിത്തിന് മുഖ്താറാക്കിയിട്ടുണ്ട്. നമ്മൾ മുത്തമത് ഇപ്പം എന്താ പറഞ്ഞത്? സഹ ഇഖ്റാറും പറഞ്ഞിട്ടുണ്ടാവും. സംഘം ആളുമ്പോൾ ഇങ്ങനെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട്. ആ മൊത്തത്തിൽ പറഞ്ഞ വസ്തുലക്കെതിരാണ് അതിനെതിരെയുള്ള ദുർബല പ്രായപ്പോൾ എപ്പോഴാണ് ഇവരിത് പറഞ്ഞ് സ്വീകരിച്ചൂലാറുന്നത്? ഇനി തുഹിമ തെറ്റിദ്ധരിക്കപ്പെട്ടാൽ പിന്നെ അവനെ പറ്റി പറ്റി വേറെ മക്കൾ കിട്ടാൻ വേണ്ടിക്കാനാണ് ഈ കാര്യം അങ്ങനെ പറഞ്ഞത്. ഈ ഫസാദി സമാനി കാലൊക്കെ ആകെ ഫസാദായില്ലേ. ഒരു ഇന്ന് മാത്രമല്ല കത്ത് തക്കത്തൗൽ കറായിനു കരീനകളത്തുകളൊക്കെ ശരിക്ക് ഉറപ്പിക്കുന്നുണ്ട് ബിഗൽബിഹിയോ എന്നാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് പറയാൻ പറയും. അതുകൊണ്ട് അനുയോജ്യമല്ല അരിമ യഹ്ഷല്ലാഹ അള്ളാനെ പഠിക്കുന്നവർക്ക് അനുയോജ്യമല്ല യഹുദിയ യുക്തിയ ബിസിഹത്തി. ആ ഇഖ്റാർ സഹിയാണ് എന്ന് ഫത്തൂർക്കലോ അല്ലെങ്കിൽ വിധി പറയലൊന്നും അള്ളാനെ പഠിക്കണ മൂല്യർക്ക് യോജിച്ചൂല കേട്ടോ. നസക്ക ഫീഹി ഈ കലാംബകിയനല്ല അത്യാവശ്യം അനുയോജ്യമല്ല അറിഞ്ഞില്ലേ. ഈ അനുയോജ്യമല്ല എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല. ഇതാ ഒരുമ അറിയപ്പെടുന്ന നേരത്ത് എന്ത് അന്ന കസ്ദഹു അൽ ഹിർമാനോ ഈ പറഞ്ഞ രോഗീൻ്റെ ഉദ്ദേശം ഹിർമാനാണ് എന്ന് അറിയപ്പെടുമ്പോൾ പ്രത്യേകിച്ചും സർറജമുബിൽ ഹിർമത്ത് ഹീനൈദീൻ ആ സമയത്ത് ഇഖ്റാർ ഹറാമെന്ന ചിലവർ ജന്മ ശൈലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നഹൂല യഹില്ലുൽ മുഖറുലഹു അഹുദുഹോ മുഖറുലഹു എത്തിക്കാതൊന്നും വാങ്ങിപ്പോയി കൊണ്ടുപോയി തിന്നലെന്ന് ഹലാലല്ല. അല യുഖദ്ദമു ഇഖ്റാറു സിഹത്തിൻ അല ഇഖ്റാറി മറളീൻ. ആരോഗ്യകാലത്തുള്ള ഇഖ്റാറിനെ മറന്നിൻ്റെ കാലത്തുള്ള ഇഖ്റാറിനേക്കാൾ നിൽക്കപ്പെടുന്നില്ല. രണ്ടും കണക്ക് തന്നെയാണ്. പിന്നെ സഹ ഈ വിഷയം മാറി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസഹ ഇഖ്റാറും ബിമജ്ഹൂലിൻ. മജ്ഹൂൽ കൊണ്ടുള്ള ഇഖ്റാർ സഹിയാണ്. ഏതുപോലെയൊക്കെ ഷെയ് ഉണ്ട് പറയും പോലെ ഔ കഥ ഉണ്ട് എന്നൊക്കെ പറയും പോലെ ഫൈത്തലബു മിനൽ മുഖ്തി തഫ്സീറുഹു. ഇഖ്റാർ ചെയ്തതിൻ്റെ വ്യക്തിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ തഫ്സീർ ചോദിക്കപ്പെടണം. പലോ കാലാപ്പോൾ ഒരാൾ പറഞ്ഞു ലഹു ഫുലാനിക്കുണ്ട് അലയ്യ എൻ്റെ മേൽ ബാധ്യത കൊണ്ട് ഷെയ് ഉണ്ട് അല്ലെങ്കിൽ കഥ ഉണ്ട് കാരണം പിന്നെ കുബില തഫ്സീറുഹു ഓൻ എന്താണോ തഫ്സീർ ചെയ്യുന്നത് അത് നമ്മളാണ് സ്വീകരിച്ചു. അത് സ്വീകരിക്കപ്പെടും. പക്ഷെ എന്ത് ചെയ്യണോ തഫ്സീർ വൈരി ഇയാദത്തിൽ മരിയത് ഈ റദ്ദിസലാമിൻ അയാൾ നാകരുത്. അങ്ങനെ ഞാൻ ഉണ്ട് പറഞ്ഞത് അയ്യാത്ത് മറിയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്, അല്ലെ റദ്ദുസലാം ഉണ്ട് എന്നാണ് പറഞ്ഞത്, അതൊന്നും സ്വീകരിച്ചില്ല. അതുപോലെ തന്നെ നജസല്ലാത്തതുകൊണ്ടും എല്ലാ യൊക്കുത്തന എങ്ങനത്തെ നജസ് വളർത്തപ്പെടാത്ത ഇക്കുത്തന ചെയ്യപ്പെടുന്ന നജസാണെങ്കിൽ പറ്റും. ഹിൻസീരിൻ പിന്നെ പന്നി പോലെ. അപ്പം ഹിൻസീറിനെ ആരും വളർത്തൂലല്ലോ. അതേ സ്ഥലത്തിൽ വേട്ടനായൊക്കെയാണെങ്കിൽ സ്വീകരിച്ചും ചെയ്യും. ഓരോ കാല അവരോട് പറഞ്ഞു ലഹു അലയ്യ മാലുൻ അങ്ങനെ പറഞ്ഞൊക്കെ ആണെങ്കിൽ കുബില സിറൂബി മുത്തബവലിൻ ഏത് മുത്തബവലും ഉണ്ടും 10 രൂപയാലും മതി. പയ്യങ്കല്ല പക്ഷേ ലാബിനോട് പറ്റൂല, കാരണം അത് മാലല്ലല്ലോ. പലോക്കാരോട് പറഞ്ഞാൽ ഹാദിഹി ദാറു മാഫി ഹാലി ഫുലാനിൻ ഈ വീട് അതിനകത്തുള്ള ഫുലാനിക്കാന്ന് പറഞ്ഞാൽ സഹിയാവും. അസ്തഹക്ക ജമിയ മാഫിഹ അഫ്തൽ ഇഖ്റാറി ഈ ഇഖ്റാറിൻ്റെ ലഫ്ദ് പറയണ നേരത്ത് ആ വീട്ടിനകത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അർഹമാക്കുകയും ചെയ്യും. ഇഖ്തലഫാഫി ഷെയ്ഇൻ ഒരു ഷെയ്ൻ്റെ കാര്യത്തിൽ മുക്കറുലഹും കൂടി തർക്കം കൂടി. അഹുവ ബിഹ വഖ്തഹു ഇഖ്റാറിൻ്റെ നേരത്ത് ആ വീട്ടിലതുണ്ടോ ഇല്ലേ എന്നതർത്ഥം. ആ ശ്രദ്ധിക്കൽ മുക്കറ് തസ്ദീഖ് ചെയ്യപ്പെടണം. കാര്യം മുക്കറി ലഹു അൽ ബയ്യിനത്തു മുക്കറ് ലഹുവിനിക്ക് സാക്ഷിയെ കൊണ്ടുവരാനുള്ള ബാധ്യത അവനുണ്ട്. അവൻ പറഞ്ഞു രണ്ടാൾക്കാരെ കൊണ്ടുവന്നു ഇഖ്റാർ ലഫ്ദ് പറഞ്ഞ നേരത്ത് ആ സ്വർണ്ണാഭരണം ആൽമരയുള്ളതായിട്ട് എന്നാൽ പിന്നെ അത് സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ സഹൈഖ്റാറും നസബ് കൊണ്ടുള്ള ഇഖ്റാർ സഹിയാവും. എങ്ങനത്തെ നസബാണ്? അൽഹഖഹു നഫ്സിഹി ആ നസബിനെ അവൻ്റെ സ്വന്തം നഫ്സിനോടാണ് ചേർത്തിയത്. കാല ഹാദാ ഇബിനി ഇതിൻ്റെ ഓനാണ് കാരണം, അല്ലെങ്കിൽ ഇതിൻ്റെ വാപ്പയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉമ്മയാണെന്നൊക്കെ പറഞ്ഞു. ഈ ഷർത്ത് ഇംകാനിൻ ഫീഹി കാര്യത്തിൽ അതിൽ ഇംകാമാണ് കേട്ടോ. എൻ്റെ മോനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവാൾക്ക് 40 വയസ്സും ഈ ചക്കനിക്ക് പിന്നെ 35 വയസ്സാണ് പറ്റൂല, കാരണം 5 വയസ്സിൽ കുട്ടിയുണ്ടാവില്ലല്ലോ. പിന്നെ എങ്ങനെയാണിപ്പോൾ
അതിൻ്റെ രൂപം നിറബി അല്ലാ യുഗദിബഹു ഷറഉ ഷറഅനെ കളവാക്കരുത് വൽ ഹിസ്സും കളവാക്കരുത്. ഷറഅൻ്റെ പ്രകാരം നോക്കിയാലും പിന്നെ ഇവിടെ പ്രത്യക്ഷത്തെ ദുന്യാവത്തെ അവസ്ഥ നോക്കിയാലും എന്തിന് സാധ്യത വേണം? ഇത് വാപ്പി മകനാകാനുള്ള സാധ്യത വേണം. മേക്കൂന ദൂനഹു മേക്കൂന ഈ മകനാകൽ കൊണ്ട് ദൂനഹു വാപ്പാൻ്റെ താഴെ ആകൽ കൊണ്ട് ബിസിൻ്റെ പ്രായത്തിൽ മിൻ ബിസമനി യുംകിനു ഫീഹി കൗനുഹു ഇബ്നഹു ഈ ചെക്കൻ ആ വാപ്പാൻ്റെ മകനാകാൻ സാധ്യതയാകുന്നൊരു സമയം കൊണ്ട് താഴെയാവണം. ഒബിയ എല്ലാ യക്കൂന മഅറൂഫ നസ്ബി ആയിരിഹി അവറ്റേക്കാണ് ഷറഅ് കളവാക്കലാണ്. വേറെ ആളെ കൊണ്ട് നസ്ബ് അറിയപ്പെട്ടത് ആളാകാതിരിക്കുക. ഈ കുട്ടി ഇന്നാളിനാളെ മകനാന്നുള്ള കാര്യം ആകെ മഅറൂഫാണ്. എന്നിട്ട് പിന്നെ മറ്റൊരാൾ വേറെ ആൾ എന്നാൽ എൻ്റെ കുട്ടിയാണ്, അത് പറ്റില്ല. ഒമാ തസ്ദീഖ് മുസ്തൽഹഖിൻ അഖിലിൻ ലഹു തസ്ദീഖിന് അർഹതയുള്ളതായിരിക്കുന്ന ഒരു മുസ്തൽഹഖ് ഉണ്ടല്ലോ, ഓൻ്റെ തസ്ദീഖും വേണം, മകൻ അംഗീകരിക്കും വേണം. ആ പറഞ്ഞത് ശരിയാണ്. അതിലും വിസദ്ദിഖുഹു മുസ്തഖ തസ്ദീഖ് ചെയ്തില്ല, അങ്ങനെ കളവാക്കി, അല്ലെങ്കിൽ ഒന്നും മുണ്ടിയില്ല. എന്നാലും മിസ്ബത്ത് നസബുഹു എന്നാൽ നസബ് സ്ഥാപിത്താവില്ല വൈദ്യുത്തുണ്ടെങ്കിലല്ലാതെ. വലവാക്കറ ഒരാൾ ഇക്കറാർ ചെയ്തു ഈ ബൈ കൊണ്ട് അല്ലെ ഹിബത്ത് കൊണ്ട്, ഹിബത്ത് കബലിൻ വൈക്ബാലിൻ കബുൽ ഇക്ബാലോ ബാദഹ ഹിബത്തിൻ്റെ ശേഷം പിന്നെ കബുൽ ഇക്ബാൽ അതുകൊണ്ടും ഇക്രാർ ചെയ്തു. ഫസാദഹു എന്നിട്ട് പിന്നെന്ത് ചെയ്തു? ആ സാധനം താഷായിനെന്ന് വാദിച്ചാൽ ലം യഖ്ബൽ സ്വീകരിക്കപ്പെടുന്നതല്ല. ഫിദഅവാഹു ഫസാദഹു ഫസാദിനെ വാദിക്കുന്നതിൽ സ്വീകരിക്കപ്പെടുന്നതല്ല. ഫൈൻ കാലവും പറഞ്ഞാൽ അക്റർത്തു ലന്നിയ സിഹത അത് സഹീഹാണെന്ന് വിചാരിച്ചു കാണ്ടാ ഞാൻ ഇക്റാർ ചെയ്തത് എന്ന് പറഞ്ഞാലും സ്വീകരിക്കൂല. ലന്നൽ ഇസ്മ ഇന്ദൽ ഇത്ലാഖി കാരണം ഈ വിറ്റീണ് അല്ലെ ഇവത്തൊടുത്തിന് പോലത്തെ വാക്ക് നിരുപാധികം പറയുമ്പോൾ യഹ്മല സഹീൻ്റെ മേൽ ഹംല ചെയ്യപ്പെടുന്നതാണ്. ഞാമെങ്കിലും കൃത്യ ഈ കത്താ ലാഹിറുൽ ഹാലി ബിസിദ്ഖിഹി പിന്നെ ലാഹിറുൽ ഹാലു അവൻ പറയുന്നത് സത്യമാണ് എന്ന് നമ്മൾക്ക് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിൽ ബദവീൻ ജൽഫിൻ ഒരു ജനങ്ങളുമായിട്ട് യാതൊരു ഇണക്കവുമില്ലാത്ത ഒരു ബദവി അയാളെ പോലെ എമ്പകി കബൂല് കൗലിഹി ഓൻ്റെ കൗലിനെ സ്വീകരിക്കൽ അത്യാവശ്യമാണ്. പിന്നെ അപ്പോൾ ഓൻ്റെ കൗല് സ്വീകരിക്കുന്നുള്ളത് ആര് പറഞ്ഞാണ്? കമാകാലഹു ഷേഖുന ഹറജ പുറപ്പെട്ടു ഹറജ ബി ഇഖ്ബാലിൻ ആയത്ത് പറഞ്ഞ നമ്മൾ ഹിബത്തിൻ്റെ വേക്കിൽ ഇഖ്ബാലും കൂട്ടി പറഞ്ഞല്ലോ, അതുകൊണ്ട് പുറപ്പെട്ടു. മാലവിത്തസലാലെ ഹിബത്തിൻ്റെ മേലെ ചുരുക്കല് അത് ഞാൻ ഹിബത്ത് കൊടുത്തിട്ട് മാത്രം പറയൽ പുറപ്പെട്ടു. പലായക്കൂന് മുക്കിറം ബി ഇഖ്ബാലിൻ അതുകൊണ്ട് ബി ഇഖ്ബാൽ കൊണ്ട് മുക്കിറാവും കേട്ടോ. പൈകാലം പറഞ്ഞാൽ മലക്കഹാമിൽക്കൻ ലാസിമ ഫുലാൻ ഈ വസ്തുവിനെ ലാസിമ മിൽക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഓയാരിഫു മാന താലിക്ക ഓനാ പറഞ്ഞതിൻ്റെ മായനോനെ അറിയും ചെയ്യും. എന്നാൽ കാന മുക്കിറമ്പിൽ ഇഖ്ബാലിൻ അവന് ഇഖ്ബാൽ കൊണ്ടല്ലോ മുക്കിറുവായി. കാരണം ലാസിമാല് വേണ്ടതുകൊണ്ടാണ് ഇഖ്ബാൽ കൊണ്ട് എല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇഖ്ബാൽ ലഫ്സ് പറഞ്ഞിട്ടില്ലെങ്കിലും ഇഖ്ബാൽ തോന്നിപ്പിക്കുന്ന മിൽക്കൽ ലാസിമ എന്നുള്ള വാക്ക് പറഞ്ഞല്ലോ, അതുകൊണ്ട് പിന്നെ ഇഖ്ബാൽ കൊണ്ട് മുക്കിറുവായി. പലഹു അവന് പറ്റും പിന്നെ സ്വീകരിച്ചു കാരണം വാക്യാ പറഞ്ഞ കേട്ടോ. വലഹു തഹരീഫുൽ മുഖറിലഹു എൻ്റെ ഹുലൈസ വാസിദൻ ഇത് വെട്ടിൻ്റെ വാക്യ ഫസാദഹൂലം യഖ്ബൽ എന്നല്ല മൊത്തമില്ല അതിൻ്റെ വാക്യ പറഞ്ഞത്. ഓന് ജായിസാണ് തഹരീഫുൽ മുഖറുലഹു ആയ ഫുലാനെ തഹരീഫ് ചെയ്യിപ്പിക്കുക. എന്താ തഹരീഫ് ചെയ്യിപ്പിക്കേണ്ടത്? എൻ്റെ ഹുലൈസ വാസിദൻ അവസായിരുന്നില്ല സത്യം ചെയ്താന്ന് പറയാം. പിന്നെ അത് തഹരീഫ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കാരണം ലീംഖാനിമായ ഇവൻ്റെ ബാധിക്കുന്ന സാധ്യത ഉണ്ടല്ലോ. കാരണം വാസദാകാനുള്ള എസ്റ്റിമാലവിടെ ഉണ്ടല്ലോ. വലാത്തുഖ്ബലു ബയ്യിനത്തുഹു ആ മുഖറിൻ്റെ ബയ്യത്തിന് സ്വീകരിക്കപ്പെടുന്ന അല്ലാലി അന്നഹു കദ്ദബഹ കാരണം ബയ്യത്തിനെ ഓതനെ കളവാക്കിന് വിക്രാറുകൊണ്ട് ഇക്രാറുകൊണ്ട് പൈനക്കല ഇനി ഇവൻ പിന്നെ സത്യം ചെയ്യാൻ തയ്യാറായി. ആര് മുഖറുൽ ലഹു സത്യത്തിൻ്റെ ഒരു പിന്തി ആക്കില കാരണം സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് എനിക്കത് കഴിയൂല കാരണം അങ്ങനെയാണെങ്കിൽ ഹലഫൽ മുക്കിറു അപ്പോൾ ഇതിന് മുക്കിർ ഹലീഫ് സത്യം ചെയ്യണം അന്നഹു കാന വാസുദായിരുന്നു. കാരണം മറ്റവനോട് വാസുദ അല്ല എന്ന് പിന്നെ അറിയാൻ പറഞ്ഞിട്ടോ ഹലിഫ് തയ്യാറായില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ട് നാക്കിലായ പിന്നെ മറ്റവനെ തന്നെ മുക്കിറിനെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ബാത്തല ബൈഹു അപ്പോൾ ബൈഹും ബാത്തിലാവും. അല്ല ഹിബത്തിൻ്റെ രൂപത്തിൽ ഹിബത്തൊക്കെ ബാത്തിലാവും. എന്നെ ലമീല മർദൂദത്ത കാരണം
ഈ മുഖറു ലഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് റദ്ദ് ചെയ്യപ്പെട്ട യമീന് കല്ലിക്കറാറി അതാ മുഖറു ലഹു അംഗീകരിച്ച പോലെയാണ്. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലോ ഖാല ഒരാൾ പറഞ്ഞാൽ ഹാദ ലി സൈദിൻ ബൽ ലി അംരിൻ, അല്ലെങ്കിൽ ഔ വസബത്തു മിൻ സൈദിൻ ബൽ മിൻ അംരിൻ, ഇങ്ങനെ പറഞ്ഞാൽ സുല്ലിമൽ സൈദിൻ്റെ ഇതിലേക്ക് ഏൽപ്പിക്കപ്പെടണം. സ്വഭാവം കാലതാലിക മുത്തസലം ബിമാ കബലഹു മുത്തസലിനോ. ഈ ബല്യമ്ൻ എന്നുള്ള വാക്ക് സെയ്ദിനോട് ചേർത്തി പറഞ്ഞാലും മുറിച്ച് പറഞ്ഞാലും ശരി. കാല സമനു അല്ലെങ്കിൽ കാലം നീണ്ടാലും ശരി. ജിംതിനായ റുജുഅനിൽ ഇഖ്റാരി ബി ഹഖി ആദമീൻ, ആദമീൻ്റെ ഹക്ക് കൊണ്ട് ഇഖ്റാർ ചെയ്തിട്ട് ഇനി മടങ്ങാൻ പറ്റൂല. അപ്പോൾ അരിമ ബദലഹു ലി അംരി, ഇനി എന്ത് ചെയ്യേണ്ടി വരുന്നേരോ, എന്ത് ചെയ്യേണ്ടി വരും, ഇതിൻ്റെ ബദലിനെ അംബറിന് കൊടുക്കാൻ കടക്കാരനാവുകയും ചെയ്യും. ഓരോ അക്കറബി ഷെയ്ൻ സുമ്മ അക്കറബി ബാലിഹി, ഒരു ഷെയ് കൊണ്ട് ഇക്രാർ ചെയ്താണ്ട് പിന്നെ വേദോണ്ട് ഇക്രാർ ചെയ്താൽ ദഹൽ അക്കല്ല് ഫിൽ അക്സരി, അക്കല്ല് അക്സറിൽ ദാഖിലാവുന്നതാണ്. 1000 കൊടുക്കാണ്ട് 500 കൊടുക്കാണ്ട് കാരണം എന്നാൽ ഞാൻ 1000 കൊടുത്താൽ മതി. ഓരോ അക്കറബി ദൈനിൻ ലിയാഹറ, വേറൊരാൾക്ക് ദൈനോണ്ട് ഇക്രാർ ചെയ്തു. സുമ്മദ്ദ അദാഹു ഇലൈഹി, താനത് അയാൾക്ക് വീട്ടിൽ കൊടുത്തു, ഞാൻ അയാൾ കടം വാങ്ങി ചെയ്തീനു വീട്ടും ചെയ്തീനു പറഞ്ഞു. അപ്പോൾ അന്നഹു നസിയദാലിക ഹാരത്തൽ ഇക്രാറി, ഇക്രാർ ചെയ്തപ്പം അത് വീട്ടിൽ ഞാൻ മറന്നീനു പറഞ്ഞു. എന്നാ സുമിയത്ത് ദഅവാഹു, ഓൻ്റെ വാദത്തെ കേൾക്കപ്പെടുന്നതാണ്. ലിത്തഹലീഫി വക്കത്ത്, ഓനെ സത്യജിപ്പിക്കാൻ വേണ്ടി മാത്രം. നക്കാമ ബയ്യിനത്തമ്പില്ലതാ, ഈ വീട്ടിൽ നിന്ന് എനിക്ക് സാക്ഷ്യം നിർത്തിയാൽ കുബിലത്ത്, ആ സാക്ഷി സ്വീകരിക്കപ്പെടും. അലാമഫ്താബിഹി ബാലുഹും, എന്തുകൊണ്ടെന്നാൽ എഹ്തിമാലിമാക്കാലഹും പറഞ്ഞു എനിക്ക് വ്യാധതണ്ടതിന് വേണ്ടി. ഏതുപോലെ കമാലോ കാല, അപ്പം പറഞ്ഞാലുള്ളതുപോലെ ലാ ബയ്യിനത്തലി, എനിക്ക് സാക്ഷി ഇല്ല എന്നാദ്യം പറഞ്ഞാണ്. സുമ്മാത്താ ബയ്യിനത്തിൻ, പിന്നെ സാക്ഷിയെ കൊണ്ടുവന്നു, എന്നാൽ സുമ്മാ കേൾക്കപ്പെടുമല്ലോ എന്നതുപോലെ. വലോ കാല ഒരാൾ പറഞ്ഞാൽ ലാ ഹക്കലി അല ഫുലാൻ, ഫുലാൻ എനിക്കൊന്നും തരാല്ലാർന്നു എന്ന് പറഞ്ഞാൽ ഫഫീഹി ഖിലാഫുൻ, അതിൽ ഖിലാഫുണ്ട്. റാജിഉ മിൻഹു, അതിൽ പ്രബലം അന്നഹു ഇൻകാല ഫീമാ അളുന്നു ഔ ഫീമാ അലമു, എൻ്റെ ഭാവനയിൽ എൻ്റെ അറിവിൽ അങ്ങനെ പറഞ്ഞേക്കാണെങ്കിൽ സുമ്മാ കാമ ബയ്യിനത്തമ്പി അന്നലഹു ഹക്കൻ അലൈഹി ഹക്കൻ, പിന്നെ ഓനെ തനിക്ക് ഓൻ്റെ മേൽ ബാധ്യതയുടെ ഹക്കുണ്ടെന്ന് സാക്ഷി നിർത്തുകയും ചെയ്താൽ പിന്നെ ഓൻ എനിക്ക് തരാണ്ടെന്നേ സാക്ഷി നിർത്തുകയും ചെയ്താൽ കുബിലത്ത് സ്വീകരിക്കപ്പെടുന്നതാണ്. വൈലമ്മക്കുൽ ദാലിക്ക, അങ്ങനെ ഫീമാവുന്നു ഫീമാരുമെന്നൊന്നും പറഞ്ഞില്ല. എന്നാൽ ലം തുഖ്ബൽ ബയ്യിനത്തു, ഓനെ വയ്യത് സ്വീകരിക്കപ്പെടുന്ന അല്ല. ഇല്ല അതിനെ തദറബിനായി നിസ്യാനിൻ ഓലത്തിൻ ലാഹിരിൻ, ലാഹിറായ ഓലത്ത് കൊണ്ടോ അല്ലെങ്കിൽ നിസ്യാനു പോലത്തോ കൊണ്ടോ ഒക്കെ ഓൻ കാരണം ബോധിപ്പിച്ചാലൊഴികെ. അല്ലാഹു അലം.